ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു തൈര് സാദത്തിൻ്റെ കൂടെയും തൈര് ചോറുണ്ടാക്കി കൂടി വേനൽക്കാലമായി നമുക്ക് തൈരൊക്കെ നിറയെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമുക്ക് തൈര് ചോറൊക്കെ ഉണ്ടാക്കി ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അച്ചാർ. അതിൽ വെളുപ്പാണ് ഇട്ടു വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടില്ലേ എന്താ കുറച്ച് ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ കുറച്ച് വില ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേനൽക്കാലമായ വെളുത്തുള്ളിക്കൊക്കെ വില കമ്മിയാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കേടുവരാതെ ഒരു 2-3 മാസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കേടുവരാതെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, വേറെ എന്തെണ്ണയും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കണ്ടില്ലേ വെളുത്തുള്ളി കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് കുറച്ച് വെളുത്തുള്ളി എടുത്ത് കാണിക്കുന്നത്. വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കണ്ടില്ലേ കുറച്ച് കടുക്, നമ്മളെ വെന്തിയല്ല ഉലുവയും പെരുങ്കായത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പെരുങ്കായത്തിൻ്റെ പൊടി ഉപയോഗിച്ചുകൊണ്ട്, എന്തെങ്കിലും പെരുങ്കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരുങ്കായം തന്നെയാണ് ഇപ്പോൾ വറുത്ത് എടുത്ത് വെച്ചത്. ഇതൊക്കെ വറുത്തതാണ് കേട്ടോ, നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇതും അതേപോലെ വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടി ഇത് പൊടിക്കണം. ഇത് പൊടിച്ചിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഉലുവയും കടുകും കായം കൂടി വറുത്ത് പൊടിച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അത് ഉണ്ടാക്കാനുള്ള വീഡിയോയ്ക്ക് വരും. ഇപ്പോൾ നമ്മളൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതാണ് നല്ലെണ്ണ കേട്ടോ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നല്ലെണ്ണയിൽ ഒഴിക്കുകയാണ്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇടുകയാണ്. ഈ വെളുത്തുള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നല്ലെണ്ണയിൽ ഉപയോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂടുകാലത്ത് നല്ലെണ്ണ നമ്മുടെ ദേഹത്തിന് നല്ല തണുപ്പും തരും. പിന്നെ വെളുത്തുള്ളി ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ നല്ലെണ്ണയിൽ ഉപയോഗിക്കുമ്പോൾ ആ ചൂടും കുറച്ച് കമ്മിയാവും. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നിറയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാം. നല്ലെണ്ണയിൽ ഉണ്ടാക്കി 3 കാര്യങ്ങളുണ്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കി കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് നല്ല വാട്ടണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയൊക്കെ ഒന്ന് താഴത്തേക്ക് വലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. നമ്മൾ ഈ വെളുത്തുള്ളി ഇതൊന്ന് മാറ്റി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ഇതൊരു നല്ല ചൂടാക്കിയ പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ശരി, ഞാൻ ഇതിൻ്റെ പകുതി ഞാനിപ്പോൾ മിക്സർ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. പകുതി എടുത്താൽ മതി, പകുതി അറിയിക്കില്ല. പകുതിയാണ് ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്കൊന്ന് ഒരുപാട് അരക്കരുത്, ഒരു ചതച്ചെടുക്കണം. മതി അരക്കാം. ഇതേമാതിരി ചതച്ചെടുക്കാൻ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല അരക്കരുത്, കുറച്ച് ചതച്ചെടുക്കാൻ മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താ പറയുക വെളുത്തുള്ളി വാട്ടിയെടുത്തില്ലേ, ആ എണ്ണയുടെ ബാക്കിയാണത് കേട്ടോ. കണ്ടില്ലേ, അതന്നെ മതി. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഇല്ല നിറയെ ചെയ്യണവരാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ്. കടുക് ഇട്ടിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. കറിവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. എത്ര മണി നമുക്കിടാം. നന്നായിട്ടൊന്ന് വാട്ടി വെക്കാം.
തീ കമ്മിയാക്കി നമ്മൾ ഈ പൊടിച്ച് വെച്ച ഉലുവയും കടുകും കായും ആ പൊടി ഇടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടുക കേട്ടോ. ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഞാൻ ഇടുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ എണ്ണയിലിട്ട്. എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്കിത് മതിയിട്ട് എണ്ണ ഞാൻ ഫസ്റ്റ് എണ്ണ കുറച്ച് കമ്മിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ നല്ലെണ്ണയും കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നല്ലെണ്ണ നല്ലതാണ്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അത് ഇതിലേക്ക് ചേർക്കുകയാണ്. വെള്ളമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ വെളുത്തുള്ളി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പകുതി എടുത്ത് വെച്ച വെളുത്തുള്ളി ഇതിൽ ചേർക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. എണ്ണ കമ്മിയാണ് തോന്നുന്നത് കുറച്ച് എണ്ണ നിങ്ങൾക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. നല്ലെണ്ണ കുറച്ച് എണ്ണയൊക്കെ എണ്ണ അല്ലേ തോന്നുന്നത് കുറച്ച് എണ്ണ ചേർത്തോളൂ കേട്ടോ. എണ്ണ കുറച്ച് നിറയെ വേണം ശരിക്കും. കാരണം അച്ചാറിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എണ്ണയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമുക്ക് നന്നായിട്ട് ഇളക്കട്ടെ. നല്ല മണം കിട്ടും വെളുത്തുള്ളി. ആ ഒരു വെളുത്ത മണമുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചേർത്ത് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കേടുവരില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. ഇനി ഇതിൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഒരു സാധനമുണ്ട്. ഞാൻ കാണിക്കാം. ഒരു നിമിഷം എന്താ ലെമൺ, ഒരമൂടി ലെമൺ. അത് പുളിപ്പിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരമൂടി മതി. നിങ്ങൾക്ക് കുറച്ച് നിറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലെമണൊക്കെ വേണ്ടി വരും കേട്ടോ. എനിക്കിത് മതി, ധാരാളമാണ് മതി. ഇതാണ് ഇത് നമ്മൾ പുളിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഇതിൽ പുളി ചേർക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. ഞാൻ ഇപ്പോൾ കണ്ടില്ലേ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് പുളിപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് വരണം വെളുത്തുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് നാളേക്കൊക്കെയാണ് നല്ല പുളിപ്പ് പിടിക്കുള്ളൂ. ലെമണിൻ്റെ പുളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും വെക്കാൻ കേടും വരില്ല. വെളുത്തുള്ളിയൊക്കെ വില കമ്മിയായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കേടും വരില്ല. ഒരു ഗ്ലാസ് ബോട്ടിലാക്കി എടുത്ത് വെച്ചാൽ നിറയെ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് ഷെയറോ കമൻറ്റൊക്കെ ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചില പേരെല്ലാം കണ്ടിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ വിടുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഒരു ചോദിക്കുകയാണ് ഞാൻ അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.